വെഞ്ഞാറമൂട് പരിക്കേറ്റ് ചികിത്സയിലുള്ള ഷെമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും. ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. DK മുരളി MLA ആശുപത്രിയിലെത്തി ഷെമിയെ കണ്ടു. ഷെമിക്ക് സംസാരിക്കാനാകുന്നുണ്ട്. സംഭവിച്ചത് എന്തെന്ന് ഷെമിക്ക് മനസ്സിലായിട്ടില്ലെന്നും പറയുന്നതിൽ അവ്യക്തതയുണ്ടെന്നും DK മുരളി പറഞ്ഞു. ന്യൂറോ സർജനും ഡോക്ടേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ ഞാൻ കണ്ടിരുന്നു. കണ്ണു തുറന്നു. സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയായി മാറിയിട്ടുണ്ട്. ആശ്വസിപ്പിക്കുമ്പോൾ മക്കൾ എന്ന് പറയുന്നുണ്ട്, വ്യക്തമായി മക്കൾ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു സെഡേഷനുണ്ട്, എന്തോ മെഡിസിൻ്റെ സെഡേഷനുണ്ട്. ഡോക്ടർമാർ പറയുന്നത് നാളെയൊക്കെ ആകുമ്പോൾ കുറേ കൂടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവിടെ പിതാവിന് ഗൾഫിലുള്ള വരുമാനമെല്ലാം നഷ്ടപ്പെട്ടു. ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നു. കടം ചോദിക്കുന്നവർ തന്നെ റഫായി പെരുമാറി. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഉമ്മയും ഇയാളും കൂടി തീരുമാനിച്ചു എന്നാണ് ഇയാളുടെ മൊഴി. അങ്ങനെ തീരുമാനിക്കുന്ന കൂട്ടത്തിലാണ് ഒരുപക്ഷെ പോയിസണെല്ലാം കഴിച്ചാൽ മരണം സംഭവിച്ചില്ലെങ്കിലോ എന്ന് കരുതി കൊല്ലാനുള്ള ദൗത്യം അയാൾ ഏറ്റെടുക്കുകയാണ് എന്നാണ് അയാളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവരുടെ ഇഞ്ചുറിയെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം എന്തെങ്കിലും ബ്ലഡ് ഒബ്ജക്റ്റ് കൊണ്ട് നന്നായി പ്രഹരിച്ചാൽ കാണാവുന്ന മുറിവുകളാണ് തലയിലും മറ്റുമൊക്കെ കാണുന്നത്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാകാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക്, കൃത്യമായ ഒരു നിഗമനത്തിലേക്കൊക്കെ പോലീസ് എത്തുന്നു എന്ന് നേരത്തെ റിനു റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് അതിൽ ഏറ്റവും നിർണായകമാവുക ഇനി അറിയേണ്ടത് ഷെമിയുടെ വാക്കുകൾ തന്നെയാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത്, നിർണായകമാകാൻ പോകുന്നതും. ഈ ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ? ഒരു മൊഴി നൽകുന്ന ഘട്ടത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് വ്യക്തമാകുന്നത്? ശ്രുതി, ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുളഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയണമെങ്കിൽ കൃത്യമായി തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പ്രതി അഫാൻ്റെയും അതുപോലെ തന്നെ ഉമ്മ ഷെമിയുടെയും മൊഴി രേഖപ്പെടുത്തണം. അഫാനെയും നാളെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം ഷെമിയുടെ മൊഴി നാളെ രേഖപ്പെടുത്താനാകും എന്നുള്ളതും പോലീസ് അറിയിക്കുന്നുണ്ട്. SHOയുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നിപ്പോൾ ഈ ആശുപത്രിയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നാളെ DYSP മഞ്ജുലാലിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും DK മുരളി MLA ഇപ്പോൾ ഈ ആശുപത്രിയിലെത്തി ഈ ഷെമിയെ കണ്ടിട്ടുണ്ട്, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഷെമിക്ക് വലിയ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും മക്കൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം സംസാരിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം എന്താണ് എന്നുള്ളത് നിലവിൽ ഇതുവരെ ഷെമി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഒപ്പം നേരത്തെ തന്നെ ഈ ഡോക്ടറോടോ ആരോടോ ഇവർ പറഞ്ഞിട്ടുണ്ട് കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്ക് പറ്റിയത് എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നതായി ഡോക്ടർ പങ്കുവച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് MLA. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചുരുള ചെയ്യുമ്പോൾ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് ഈ പ്രതിയായിട്ടുള്ള അഫാനും പറയുന്നത്. ഈ ഓരോരുത്തരെയും കൊന്നതിന് ഓരോരോ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രുതി, റിനു, ഇതിലിപ്പോൾ ഇനി അഫാന്റെ ചോദ്യം ചെയ്യൽ അതിപ്പോഴും ഇനിയും ചോദ്യം ചെയ്യുമോ? എന്താണ് അഫാൻ ഇപ്പോൾ എവിടെയാണ്? എങ്ങനെയാണ് ആ ഒരു മറ്റു നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ശ്രുതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എലിവേഷൻ കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് അഫാന്റെ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. ആശുപത്രി അധികൃതർ നാളെയോടുകൂടി അഫാനെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ ഇന്നലെ ഉച്ചയോടെയും രാത്രിയോടെയും ഒക്കെ തന്നെ ഡോക്ടറുടെ അനുമതിയോടുകൂടി ശ്രമിച്ചിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിനോടൊന്നും വ്യക്തമായി സഹകരിക്കുന്ന നിലപാടല്ല. പക്ഷേ നാളെ കൃത്യമായി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം ഷെമിയുടെ മൊഴിയും രേഖപ്പെടുത്തും. ഇത് രണ്ടും കൂടി ആകുമ്പോൾ മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. നിലവിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥിരീകരണം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല. കാരണം ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അത് ഇന്നോ നാളെ രാവിലെയോ ലഭിക്കും എന്നുള്ളതാണ്. ഇന്ന് അവധിയായതിനാൽ നാളെ രാവിലെ ലഭിക്കും എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിലൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള അഫാൻ മദ്യപിച്ചിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ 3 കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷമാണ് മദ്യപിച്ചത്. അതിനുശേഷമാണ് മറ്റ് 2 കൊലപാതകങ്ങൾ നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇനി ഇതിൻ്റെ കാരണം മാത്രം കണ്ടെത്തിയാൽ മതി. അത് കഴിഞ്ഞ ദിവസം IG പറഞ്ഞതുപോലെ തന്നെ 2 ദിവസത്തിനകം തന്നെ അതിലൊരു അന്തിമ നിഗമനത്തിലെത്താനാകും എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. എന്തായാലും ഷെമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് റിനു ശ്രീധർ റിപ്പോർട്ട് ചെയ്യുന്നത്.